ക്യാരക്ടറിൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒരു നോട്ടഡാണ്. കാരണം ഒരു കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇത് ഓൾറെഡി കഥാപാത്രത്തിൽ ഉള്ളതാണോ അതോ മമിതയുടെ ചോയ്സ് ആണോ? ഹലോ, അല്ല, ശരിക്കും ഗിരീശേട്ടനാണ് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ, അത് നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത്. അപ്പൊ ഗിരീശേട്ടൻ തന്നെയാണ് പറഞ്ഞ് ചെയ്യിച്ചത്. തീർച്ചയായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇതുവരെ എൻ്റെ വളർച്ചയിൽ ഇപ്പോൾ ലീഡ് ക്യാരക്ടറിലാണ് വരുന്നത്, പ്രേമലുവില് ലീഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാനൊട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പോൾ ഇതുവരെ എൻ്റെ വളർച്ചയിൽ സഹായിച്ച എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. തണ്ണീർമത്തന് ഞാൻ പിന്നെ അറിയില്ലായിരുന്നല്ലോ ഇത് സിനിമയാണ്, ഇങ്ങനത്തെ പരിപാടിയാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ഇതിന് ഇത്രയും വലിയൊരു റീച്ച് ഉണ്ട്, ഇത് ഇത്രയും ആൾക്കാർ കണ്ട് ഈ തരത്തിലൊക്കെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമനെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും. ടെൻഷനുണ്ട്, അതിന് ഉപരി എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇല്ല, ഇത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ടെൻഷൻ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. മഹേഷിന്റെ പ്രതികാരം ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ തന്നെ അതിൽ ആർട്ട് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. അതിന്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിരുന്നു. ജോജിക്ക് വേണ്ടിയിട്ട് ഒരു മല ഒരു കൊളാക്കിയൊരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു. കുമ്പളങ്കിലായാലും അതിന്റെ കാസ്റ്റിങ്ങിന്റെ ഒക്കെ പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രേമലുവിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ദിലീഷ് ചേട്ടന്റെ രീതിയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു കാര്യത്തിലും എനിക്കറിയത്തില്ല. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഗിരീഷിനോട് അന്നേരം പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല, അതൊന്നുമില്ല. ഒരു സിനിമയ്ക്ക് ആർട്ട് എന്നുള്ളതല്ല, ഒരു സിനിമ ഒരു പ്രൊജക്റ്റ് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. നമ്മളൊരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയത് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പേപ്പറിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പേപ്പറിലെ അവസ്ഥയെ നമ്മൾ ഉറപ്പായിട്ടും വിലയിരുത്തും. അതിനുശേഷം ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയറക്ടർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ആ നിലയ്ക്ക് ഇപ്പോൾ പ്രേമലു ഗിരീഷിൻ്റെ മുൻ പടങ്ങൾ ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലിൽ ഉറപ്പായിട്ടും വലിയ സിനിമയാണ്. കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഹൈദരാബാദിലും അങ്ങനെ സിറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കുറച്ച് ബിഗ്നസ് പടത്തിനുണ്ട്, ഒരു പ്രൊഡക്ഷൻ വാല്യൂ പടത്തിനുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് ഗിരീഷിന് കൊടുക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ അതിൻ്റെ പൂർണ്ണമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആലോചനകളും ഡിസൈനും എല്ലാം ഗിരീഷിൻ്റെ ശൈലിയിലാണ്. പൂർണ്ണമായിട്ടും അത് ഗിരീഷിൻ്റെ പടമാണ്. ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച്, കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് കുറച്ച് കാമ്പുള്ള സിനിമ, ഒരു ആർട്ട് വർക്കായിട്ടുള്ളൊരു സിനിമകളായാലും അതിനെ മാസ് പ്രതീക്ഷിച്ച് പോയി കണ്ടിട്ട് ഒന്നും മാസില്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ കുറച്ച് കാമ്പുള്ള സിനിമകളെ പ്രകൃതി സിനിമകൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള ലേയേഴ്സ് ഉള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല. ഇതൊക്കെ ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകൾ ഉണ്ടാവും. അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുണ്ടാവാം. ഇതൊന്നും പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും, ആള് വരും. പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. ഇപ്പോൾ ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു കോമൺ പോപ്പുലർ ഓഡിയൻസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകും. അതിനകത്ത് തർക്കമില്ല. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറയും തോറും ആ കൈൻഡ് ഓഫ് ഫിലിംസിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും, ആ ജോണറിന് ഓഡിയൻസ് കുറവായിരിക്കും. അത് റിയാലിറ്റിയാണ്. അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമകൾ കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു
വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്നേ. നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അതായത് എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോളിഡ് സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക. മറ്റ് അന്യഭാഷകളിൽ നിന്നും നേരത്തെക്കാളും കൂടുതലായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ടും കാണും. അതിനകത്ത് തർക്കമില്ല. അത് ലാംഗ്വേജ് ഇപ്പം പഴയ പോലെ അത്ര ബാരിയർ ആവാറില്ല. നമുക്കെല്ലാവർക്കും സിനിമ തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ് ടൈറ്റിൽ ശീലമായിട്ടുണ്ട്. അല്ലെങ്കിൽ തമിഴൊക്കെ ഉള്ള ലാംഗ്വേജുകൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടെ അറിയാം മുമ്പത്തേക്കാളും. അതിപ്പം തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദി ആയാലും നമുക്ക്, അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചും കൂടെ ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ പരിചയമുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകൾ ആളുകൾ കാണും. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല.